നഖീബുൽ അത്താസിനെ കുറിച്ചുള്ള ഒരു ചർച്ച ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുന്നു. 2010-12 കാലങ്ങളിലാണ് ഞാൻ IUM പഠിക്കുന്നത്. അവിടെ ഉസൂലുദ്ദീൻ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു എൻ്റെ MA പൂർത്തിയാക്കിയത്. അത്താസ് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഞങ്ങൾ ചെല്ലുന്നത്. കാരണം അവിടെ അത്താസിൻ്റെ കീഴിൽ PhD ചെയ്ത കുറേ പേരുണ്ടായിരുന്നു. എൻ്റെ അവിടുത്തെ ആദ്യത്തെ ഉസ്താദായ ഡോക്ടർ അംന ബഹരി, അതുപോലെ കമറൂനിയ കമറുസ്സമാൻ, ഇങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. ഇവരൊക്കെ ട്രഡീഷണൽ വർക്കുകളിൽ PhD പൂർത്തിയാക്കിയവരും അത്തരം വിഷയങ്ങളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നവരായിരുന്നു. ഇപ്പോൾ അവിടുത്തെ റീഡിങ്സ് ആൻഡ് ഉസൂലുദ്ദീൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഞാൻ ചെയ്തത് ഡോക്ടർ അംന ബഹരി എന്ന ഒരു ഉസ്താദത്തിൻ്റെ കീഴിലാണ്. 37 ഇബ്നു ഖുത്തൈബയുടെ തവീൽ മുഖ്തലിഫിൽ ഹദീസ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. അതിലാണ് 37 PhD എന്നെ ഓർമ്മ. അവർ ഈ കോഴ്സിനിടക്ക് അസൈൻമെൻ്റായി തന്നത് ഒരിക്കൽ അത്താസിൻ്റെ ഇസ്ലാമിക് സെക്യുലറിസത്തിലെ 3ാമത്തെ ചാപ്റ്റർ, അത് ഫൗണ്ടേഷൻസ് ഓഫ് കോൺസെപ്റ്റ് ഓഫ് റിലീജിയൻ ആൻഡ് ദി ഫൗണ്ടേഷൻസ് ഓഫ് എത്തിക്സ് ആൻഡ് മൊറാലിറ്റി, ഒരു 50-60 പേജൊക്കെയുള്ള ഒരു ചാപ്റ്ററാണ്. ആ ഒരു പുസ്തകത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ക്രക്സായ ഒരു ചാപ്റ്ററാണത്. ഈ വിഷയങ്ങളെക്കുറിച്ചൊരു പ്രത്യേക കാഴ്ചപ്പാടോ അറിവോ ഇല്ലാതെ വായിക്കുമ്പോൾ എനിക്കത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ്. കാരണം പ്രത്യേകിച്ച് അത്താസിൻ്റെ രചന എഴുത്തെന്ന് പറയുന്നത് വളരെ ഹാർഡാണ് നമുക്ക് മനസ്സിലാക്കാൻ. വലിയ സെൻറ്റൻസും അതിലാണ് മൂപ്പരെ കോൺസെപ്റ്റുകളൊക്കെ ആകുമ്പോൾ അത് കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. 2-3 തവണയൊക്കെ മനസ്സിലാക്കി വായിച്ചിട്ടാണ് നമുക്കത് കുറച്ചെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുക. അത്താസിനെ അറിയാനുള്ള മറ്റൊരു കാരണം, അന്ന് അവിടെ PhD ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ ഷഫീഖ് ഹുസൈൻ ഉദയ് ഉസ്താദ്, മൂപ്പര് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് PhD ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മൂപ്പര് പ്രത്യേകിച്ചും അത്താസ്, കമൽ ഹസൻ, ഇവരൊക്കെ വായനയിലൂടെ ഇങ്ങനെ PhD അവസാനത്തിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ മൂപ്പര് ചർച്ചകളിലൊക്കെ അത്താസ് കടന്നു വരുന്ന ഒരു രംഗം കൂടി ഉണ്ടായിരുന്നു. മറ്റൊന്ന്, അദ്ദേഹം സ്ഥാപിച്ച ഇസ്താക്കാണ്, ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് തോട്ട് ആൻഡ് സിവിലൈസേഷൻ. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. അത്താസാണ് അത് സ്ഥാപിക്കുന്നത്. അത് അൽഹംറ കൊട്ടാരത്തിൻ്റെ രൂപത്തിൽ അദ്ദേഹം സ്വയം ഡിസൈൻ ചെയ്തുണ്ടാക്കിയ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ ഞങ്ങളൊക്കെ ചെല്ലുന്ന സമയത്ത് ഇഷ്ടംപോലെ പരിപാടികൾ നടക്കുമായിരുന്നു. പ്രത്യേകിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അറിയപ്പെടുന്ന സ്കോളേഴ്സൊക്കെ അവിടെ പ്രസൻറ്റേഷന് വരും. ഞങ്ങൾ ആദ്യം ചെല്ലുന്ന താരിഖ് റമദാൻ്റെ ലെക്ചറിങ്ങിനാണ് തോന്നുന്നത്. മാത്രമല്ല, ഒട്ടേറെ മാനുസ്ക്രിപ്റ്റുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അത്താസ് പോയി ശേഖരിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഒരു വലിയൊരു ലൈബ്രറി കൂടി ഇസ്താക്കിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള പല പുസ്തകങ്ങളും ഇസ്താക്കിലാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെ അത്താസുമായുള്ള ബന്ധമുണ്ടായിരുന്നത്. എന്നാലും അദ്ദേഹത്തിൻ്റെ കൂടുതൽ രചനകളൊന്നും ഞാൻ വായിച്ചിട്ടില്ല. വായിച്ചത് വെച്ചുള്ള ചെറിയൊരു പ്രസൻറ്റേഷൻ മാത്രമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇവിടെ സൂചിപ്പിച്ചൊന്നും ഓർമ്മില്ല, മലയ് ഭാഷയിൽ എഴുതപ്പെട്ട ഏറ്റവും പഴയ മാനുസ്ക്രിപ്റ്റ് അത് ഷർഹുൽ അഖായിദിൻ്റെ ഒരു ട്രാൻസ്ലേഷനാണ്. ആരാണത് ട്രാൻസ്ലേറ്റ് ചെയ്തതെന്ന് അറിയില്ലെങ്കിലും ദി ഓൾഡസ്റ്റ് നോൺ മലയ് മാനുസ്ക്രിപ്റ്റ് എന്ന പേരിൽ അത്താസ് അത് പുനഃപ്രസിദ്ധീകരിച്ചു. ആ മാനുസ്ക്രിപ്റ്റിലുള്ള ഷർഹുൽ അഖായിദിൻ്റെ മലയ് ട്രാൻസ്ലേഷൻ അത്താസ് ഇംഗ്ലീഷിലേക്ക് റീട്രാൻസ്ലേറ്റ് ചെയ്തു. ഒപ്പം അതിൻ്റെ കൂടെ നല്ലൊരു പഠനം കൂടി അദ്ദേഹം സമർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ വരുന്ന സോഫിസത്തെക്കുറിച്ചുള്ള ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അതിലൂടെ അത്താസ് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് കുറച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അത്താസിൻ്റെ ഒരു പ്രധാന കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നോളജ്, അറിവാണെന്നാണ്. അറിവ് പ്രശ്നമാണെന്ന് പറയുമ്പോൾ അറിവില്ലായ്മ കൊണ്ടുള്ള പ്രശ്നമല്ല അദ്ദേഹം സൂചിപ്പിക്കുന്നത്. കാരണം നമ്മൾ പറയും ഇവിടെ ആർക്കും വിദ്യാഭ്യാസം ഇല്ല, അത് ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമാണ്, അതുകൊണ്ട് വിദ്യാഭ്യാസം കൊടുക്കണം. അപ്പോൾ അറിവില്ലായ്മ എന്നതല്ല അദ്ദേഹം പ്രശ്നമായി പറയുന്നത്. മറിച്ച് തെറ്റായ കാര്യങ്ങളെ അറിവെന്നുള്ള തെറ്റിദ്ധാരണയാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്നാണ് അത്താസ് പറയുന്നത്. അപ്പോൾ അറിവ് ന്യൂട്രൽ അല്ല എന്ന് അത്താസ് എപ്പോഴും പറയാറുണ്ട്. കാരണം വെസ്റ്റേൺ സ്കോളേഴ്സ് പലപ്പോഴും അറിവിനെ അവതരിപ്പിക്കാതെ ഞങ്ങൾ ഒബ്ജക്റ്റീവായിട്ട് ഞങ്ങൾ കാര്യങ്ങൾ പറയുന്നു, ന്യൂട്രലാണ് എന്ന രൂപത്തിലാണ്. മറിച്ച് അത്താസ് പറയുന്നത് അറിവ് ഒരിക്കലും ന്യൂട്രൽ അല്ല, മറിച്ച് അറിവ് എപ്പോഴും ആ അറിവ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേൾഡ് വ്യൂ, അതൊരു കൾച്ചർ, അവരുടെ എക്സ്പീരിയൻസ്, ഇതെല്ലാം കൂടി ചേർന്ന് അതിൽ നിന്നാണ് ഓരോ സമൂഹത്തിലെയും അറിവുണ്ടാകുന്നത്. അപ്പോൾ ഈ വെസ്റ്റേൺ സെക്യുലറിസം അതുപോലെ വെസ്റ്റേണിൻ്റെ മറ്റു പല തിയറികളുടെയും ഭാഗമായി
അവർ പല വിജ്ഞാനീയങ്ങളിലും ഹ്യൂമൻ സയൻസുകളിലും സോഷ്യൽ സയൻസുകളിലും അവരുടേതായിട്ടുള്ള സെക്യുലർ അത്തീസ്റ്റിക് എലമെന്റ്സ് കടത്തിക്കൂട്ടിയിട്ടുണ്ട്. ആ കടത്തിക്കൂട്ടപ്പെട്ട നോളജാണ് മുസ്ലിം ലോകത്തേക്ക്, പ്രത്യേകിച്ചും സ്വാതന്ത്ര്യത്തിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു ഇടവേളകളിൽ മുസ്ലിം ലോകത്തേക്ക് കടന്നു വരുന്നത്. ആ അറിവ് ഒരിക്കലും ന്യൂട്രൽ അല്ല, മറിച്ച് അത് ഒരു പ്രത്യേകമായ വേൾഡ് വ്യൂ അടിസ്ഥാനത്തിൽ പ്രത്യേകമായ ഒരു വെസ്റ്റേൺ ഫ്രെയിംവർക്കിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള നോളജാണ്. ആ ഒരു നോളജിൽ നിന്ന്, ആ ഒരു എലമെന്റ്സിൽ നിന്ന് നോളജിനെ വെസ്റ്റേണൈസ് ചെയ്യുക, അതിനെ മുക്തമാക്കുക, പിന്നീട് അതിലേക്ക് ഇസ്ലാമിക് വേൾഡ് വ്യൂ അനുസരിച്ചുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഇസ്ലാമൈസ് ചെയ്യുക എന്നതാണ് അത്താസിന്റെ കാഴ്ചപ്പാട്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ വെസ്റ്റേൺ എലമെന്റ്സ് കടന്നുകൂടിയിട്ടുള്ള ഈ നോളജ്, അതുവഴി അത് പഠിച്ച് നമ്മുടെ മുസ്ലിം ലോകത്ത് കുറെ ലീഡേഴ്സ് വളർന്നു വന്നു. അതുവഴി സമൂഹത്തിലേക്ക് സമൂഹത്തിലേക്ക് അത് വന്നു. അതുവഴി സമൂഹത്തെ മൊത്തം അത് കറപ്റ്റ് ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതാണ് ലോസ് ഓഫ് അദബ് എന്നാണ് പറയുന്നത്. അപ്പോൾ അറിവ് എന്ന് പറയുന്നത് അത് നമ്മൾ മുസ്ലിങ്ങളെങ്കിൽ മുസ്ലിങ്ങളുടെ വേൾഡ് വ്യൂയിലൂടെ അത് മനസ്സിലാക്കിയെടുക്കുമ്പോൾ മാത്രമാണ് അത് നമുക്കത് ശരിക്കും അദബ് ഉണ്ടാകുന്നുള്ളൂ. മറിച്ച് മറ്റൊരു വേൾഡ് വ്യൂയിലൂടെ അവരുടേതായ കാഴ്ചപ്പാടിലൂടെ കടന്നു വരുന്ന അത് നമ്മുടെ സമൂഹത്തെ ബാധിക്കുമ്പോൾ അത് ലോസ് ഓഫ് അദബിലേക്ക് നയിക്കുന്നു എന്നാണ് അത്താസിന്റെ ഒരു കാഴ്ചപ്പാടിന്റെ ക്രക്സ്. അപ്പൊ അദ്ദേഹം പറയുന്നത് കൺഫ്യൂഷൻ ആൻഡ് എറർ ഇൻ നോളജ് അത് ലോസ് ഓഫ് അദബിലേക്ക് നയിക്കും. അത് റൈസ് ആൻഡ് എലക്ഷൻ ഓഫ് ഫോൾസ് ലീഡേഴ്സ്, അത് വീണ്ടും കൺഫ്യൂഷൻ ആൻഡ് എറർ ഇൻ നോളജ്, അങ്ങനെ പോകുന്നതാണ് അദ്ദേഹം പറയുന്നത്. ഒരു വിശ്വ സർക്കിളാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അപ്പൊ അതിനെ ഞാനൊരു ഈ ഷറഹുൽ അഖായിദിന്റെ അദ്ദേഹം ഈ നേരത്തെ പറഞ്ഞ ഓൾഡസ്റ്റ് നോൺ മലയ മാനുസ്ക്രിപ്റ്റ് ആ പുസ്തകത്തിലും പ്രോലഗോം ഓഫ് ടു ദി മെറ്റാഫിസിക്സ് ഓഫ് ഇസ്ലാം ഈ പുസ്തകത്തിലും അദ്ദേഹം ഈ വിഷയങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് നമ്മുടെ മെറ്റാഫിസിക്സ്, നമ്മുടെ അതിബോധിക കാഴ്ചപ്പാട്, നമ്മുടെ വേൾഡ് വ്യൂ, നമ്മുടെ എഡ്യൂക്കേഷനെ കൂടി സ്വാധീനിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസം നമ്മുടെ അറിവിനെയും സ്വാധീനിക്കേണ്ടതാണ്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മുടെ അറിവ് പുനഃക്രമീകരിക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു വരുന്നത്, ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാം, ഷറഹുൽ അഖായിദ് ഓതിയവർക്ക് അറിയാം, ഷറഹുൽ അഖായിദിൽ 3 വിഭാഗങ്ങളെ സോഫിസ്റ്റുകളായി അവതരിപ്പിക്കുന്നുണ്ട്. ഒന്ന് ലാഅദ്രിയ, മറ്റൊന്ന് ഐന്ദിയ, മറ്റൊന്ന് ഐനാദിയ. നിങ്ങളൊക്കെ ഓർമ്മിക്കുന്നുണ്ടാവും വിഷയം. ലാഅദ്രിയ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല, അറിയില്ല എന്നും അറിയില്ല, ഇനി അറിയില്ല എന്നുള്ള സംശയം, ആ സംശയമുണ്ടോ എന്നും അറിയില്ല, മൊത്തത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ടോ എന്ന് പോലും ഡൗട്ട് ചെയ്യുന്ന ഒരു ടീമാണ് ശരിക്കും ലാഅദ്രിയ എന്ന് പറയുന്നത്, അഗ്നോസ്റ്റിക്സ്. അപ്പൊ അവർക്ക് അറിവുണ്ടോ എന്നും അറിയില്ല, ഈ അറിവില്ല എന്ന സംശയം, ആ സംശയവും ഒരിക്കലും സംശയമാണ്. മൊത്തത്തിൽ എല്ലാ കാര്യം സംശയിക്കുന്നവരാണ് അഗ്നോസ്റ്റിക്സ് അല്ലെങ്കിൽ ലാഅദ്രിയ എന്ന് പറയുന്നത്. റിലേറ്റീവിസ്റ്റ് ആണ് എന്തിയ എന്ന് പറയുന്നത്. റിലേറ്റീവിസ്റ്റ് എന്ന് പറയുന്നത് അവർ നോളജ്, ഒരു ട്രൂത്ത് എന്ന് പറയുന്ന സാധനം ഒബ്ജക്റ്റീവ് ആയിട്ടില്ല, മറിച്ച് ഓരോരുത്തരും എങ്ങനെയാണോ അറിവിനെ കാണുന്നത്, എങ്ങനെയാണോ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്, അതാണ് നോളജ്. അപ്പോൾ ഓരോ വ്യക്തിക്കും അനുസരിച്ച് നോളജ് മാറിക്കൊണ്ടേയിരിക്കാം. സബ്ജക്റ്റീവാണ്. മൂന്നാമത്തത് എനാദിയ എന്ന് പറയുന്നത് നിഹിലിസാണ്. അവര് നോളജിനെ പൂർണ്ണമായി തള്ളുകയാണ് ചെയ്യുന്നത്, ഒരിക്കലും നോളജ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അവരെ കുറിച്ച് അത്താസ് പറയുന്നത് അവർക്ക് പലപ്പോഴും സംഗതികൾ അറിയാം, പക്ഷെ അവരുടേതായ ചില താല്പര്യങ്ങൾ മൂലം, അത് ലോക താല്പര്യം, എന്താണ് വേൾഡ്ലി താല്പര്യങ്ങളായിരിക്കാം, മറ്റൊക്കെ അവർ അത്തരം കാരണങ്ങൾ കൊണ്ട് അവർ അറിവിനെ മറച്ചു പിടിക്കുകയും ഇല്ല എന്ന് വാദിക്കുകയും ചെയ്യുന്നവരാണ്. പിന്നെ അത്താസ് പറയുന്നത് ഈ സോഫിസം നമ്മുടെ സമൂഹത്തിൽ ഇന്നും അത് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് സമൂഹത്തിൽ വ്യക്തിയിലേക്കും വ്യത്യസ്ത വിജ്ഞാനീയങ്ങളിലേക്കും എല്ലായിടത്തേക്കും ഈ സോഫിസത്തിന്റെ പല രൂപങ്ങൾ, പ്രത്യേകിച്ചും ഈ റിലേറ്റീവിസം കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. അത് നമ്മുടെ സമൂഹത്തിന്റെ ചിന്തയെയും ബാധിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൽ നിന്നുള്ള ഒരു ലിബറേഷനാണ് നമുക്ക് ആവശ്യമെന്നാണ് അദ്ദേഹം പ്രധാനമായി അവതരിപ്പിക്കുന്നത്. അപ്പൊ ഈ സോഫിസം, ഈ നിഷ്പക്ഷത, ചില ആളുകൾ പലപ്പോഴും പറയാറുള്ളത് ഈ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷമായി നിൽക്കുക എന്നുള്ളതാണ്. അതിന് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നത്, ഈ സോഫിസത്തിന്റെ ഒരു ഉദാഹരണമായി അദ്ദേഹം പറയുന്നത്, ബോസ്നിയൻ ഹെർസഗോവിന ആ പ്രശ്നമുണ്ടായ സമയത്ത് അവിടെ മുസ്ലിങ്ങൾ മസാക്കർ ചെയ്യപ്പെട്ടു. ആ സമയത്ത് UN നിഷ്പക്ഷത പാലിച്ചു എന്നാണ്. അത്താസ് പറയുന്നത് നിഷ്പക്ഷത എന്ന് പറയുന്നത് ഒരു ഭാഗത്തേക്കും നിഷ്പക്ഷത വരുന്നത്, അല്ലെങ്കിൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഒരു ഭാഗത്തിന്റെയും ഒരു ടീമിന്റെയും ഭാഗമായി നിൽക്കാതെ നിഷ്പക്ഷമായി നിൽക്കല്ല, മറിച്ച്
സത്യത്തോടുള്ള പക്ഷമാണ് ശരിക്ക് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അവിടെ ശരിക്ക് UN സ്വീകരിക്കേണ്ടിയിരുന്നത് അവിടെ പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അതുപോലെ ഈ പോസ്റ്റ് മോഡേണിസം, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ട്രാൻസെൻഡന്റൽ യൂണിറ്റി ഓഫ് റിലീജിയൻസ്, ഇതിലെല്ലാം റിലേറ്റീവിസത്തിന്റെ അംശങ്ങൾ അത്താസ് കാണുന്നുണ്ട്. പോസ്റ്റ് മോഡേണിസത്തിൽ ഫൊക്കോ, ദരിദ, ലിയോട്ടാർഡ് അവരൊക്കെ പറയുന്നത് മൂല്യങ്ങളെ നിരാകരിക്കുക, പ്രത്യേകിച്ച് മതങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു റിലേറ്റീവിസാണ് അവതരിപ്പിക്കുന്നത്. അതുപോലെ ഷുവോൺ പോലുള്ള ഈ സാർവലൗകിക മത സത്യവാദികൾ ഇവർ പറയുന്നതും എല്ലാ മതങ്ങളും അതിൻ്റെ ഒരു ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തുമ്പോൾ, ഹയർ ലെവലിൽ എത്തുമ്പോൾ എല്ലാം ഒന്നാണ്. അതേസമയം ലോവർ ലെവലിൽ നമുക്ക് വ്യത്യസ്തമാണെന്ന് തോന്നിയിരിക്കാം. അദ്ദേഹം ആ ഒരു വാദത്തെയും നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊന്ന് അദ്ദേഹം അവതരിപ്പിക്കുന്നത് മാർക്സിസമാണ്. അതുപോലെ ഫെമിനിസം. ഈ ഫെമിനിസവും റിലേറ്റീവിസത്തിന്റെ ഒരു രൂപമായി അദ്ദേഹം കാണുന്നു. കാരണം ഫെമിനിസ്റ്റുകൾ പറയുന്നത് നമ്മുടെ അറിവെല്ലാം പുരുഷന്മാർ അവരുടെ രൂപത്തിൽ ന്യായീകരിക്കുകയും അതാണ് നമ്മുടെ സമൂഹത്തിൽ വന്നിരിക്കുന്നത്, മറിച്ച് അതിന് പകരമായി ഒരു സ്ത്രീപക്ഷ വായന ആവശ്യമുണ്ട്, അതിനെയും അദ്ദേഹം അങ്ങനെ തള്ളിക്കളയുന്നു. അതുപോലെ മറ്റൊന്ന് സോഷ്യോളജിസ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. സോഷ്യോളജിസ്റ്റുകൾ they regard religions and thereby religious laws as products of socio-economic cultural environment. അപ്പോൾ ഓരോ സമൂഹത്തിൻ്റെയും സാമൂഹിക, എന്താണ് പറയുക, സാംസ്കാരിക, സാമ്പത്തിക ചുറ്റുപാടിനനുസരിച്ച് അറിവ് ഉൽപ്പാദിപ്പിക്കപ്പെടാൻ അതിനനുസരിച്ചാണ് മതകീയ നിയമങ്ങളും മതങ്ങളും ഒക്കെ രൂപപ്പെടുന്നത് എന്ന സോഷ്യോളജിസ്റ്റ് വാദം. അതുപോലെ സോഷ്യോളജിസ്റ്റുകൾ പലപ്പോഴും, അതുപോലെ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകളും പലപ്പോഴും പറയുന്ന ഇന്ത്യൻ ഇസ്ലാം, ടർക്കിഷ് ഇസ്ലാം, മലയ് ഇസ്ലാം എന്നതും ഒരു ഈ റിലേറ്റീവിസത്തിൻ്റെ ഒരു വകഭേദമാണ്. ഒരിക്കലും അങ്ങനെയല്ല പറയേണ്ടത്, മറിച്ച് ഇസ്ലാമിന് അതിൻ്റെതായ ഒരു സത്വമുണ്ട്. ആ ഇസ്ലാമിനെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, മറിച്ച് ഓരോ നാട്ടിലെയും പ്രാക്ടീസ് അനുസരിച്ച് അതൊക്കെ സത്യമാണ്, അതൊക്കെ ശരിയാണ് എന്ന രൂപത്തിൽ ഓരോ പ്രാദേശിക വാദത്തെയും ഇസ്ലാമിനെ അങ്ങനെ പ്രാദേശികമായി ചുരുട്ടിക്കെട്ടുന്ന ആ റിലേറ്റീവിസവും മുസ്ലിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് എന്ന് അദ്ദേഹം പറയുന്നു. നേരത്തെ പറഞ്ഞ ഈ സോഷ്യോളജിസ്റ്റുകളുടെ ഈ ഓരോ നാട്ടിലെയും സാമൂഹിക, സാംസ്കാരിക അല്ലെങ്കിൽ ഈ സാമ്പത്തിക ചുറ്റുപാടിനനുസരിച്ച് മതവും മതത്തിൻ്റെ നിയമങ്ങൾ രൂപപ്പെടുന്നു എന്ന വാദം പലപ്പോഴും പല മുസ്ലിം സ്കോളേഴ്സും ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അത് അവർക്ക് വലിയൊരു അപകടം, അത് പ്രത്യേകിച്ച് വലിയൊരു അപകടം സൃഷ്ടിക്കുന്ന കാര്യമാണ്. കാരണം അതുവഴി ഖുർആനും പ്രവാചക ചര്യകളും അതുപോലെ ഖുർആനിക നിയമങ്ങളും നമ്മൾ ഓരോ കാലത്തിനനുസരിച്ച് റീഡിഫൈൻ ചെയ്യേണ്ടി വരും. കാരണം ഈ വെസ്റ്റേൺ വേൾഡ് വ്യൂ അനുസരിച്ച് സെക്യുലറൈസേഷൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അത്താസ് പറയുന്നത് സെക്യുലറൈസേഷൻ എന്ന് പറയുന്നത് അത് അത്താസ് 3 കോൺസെപ്റ്റ് അവതരിപ്പിക്കുന്നുണ്ട്. ഒന്ന് ഡിസെൻചാൻമെന്റ് ഓഫ് നേച്ചർ, ഡീകോൺസിക്രേഷൻ ഓഫ് വാല്യൂസ്, ഡീസാക്രലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്. ഇങ്ങനെ 3 കോൺസെപ്റ്റുകൾ. ഒന്ന് ഡിസെൻചാൻമെന്റ് ഓഫ് നേച്ചർ എന്ന് പറഞ്ഞാൽ പ്രകൃതി അത് സ്വയം നിലനിൽക്കുന്ന ഒന്നാണ്, അഥവാ ഇവല്യൂഷന്റെ ഭാഗമായിട്ട് പറയണം. ആ പ്രകൃതിക്ക് ഒരിക്കലും അതിനെ സൃഷ്ടിച്ച അള്ളാഹുമായുള്ള കണക്ഷൻ, നമ്മൾ പ്രകൃതിയെ കാണുന്നത് ആയത്തുള്ളയായിട്ടാണ്, അള്ളാഹുവിൻ്റെ ഒരു അടയാളമായിട്ടാണ് പ്രകൃതിയെ കാണുന്നത്. എന്നാൽ ഈ വെസ്റ്റേൺ സെക്യുലറൈസേഷന്റെ ഭാഗമായി അവർ പ്രകൃതിയെ കാണുന്നത് അത് സ്വയം നിലനിൽക്കുന്ന ഒന്നാണ്, അതൊരിക്കലും ആയത്തുള്ളയല്ല. മറ്റൊന്ന് ഡീസാക്രലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് ആണ്. രാഷ്ട്രീയം അത് മതം വേറെ, മതം വേറെ, രാഷ്ട്രം വേറെ. അപ്പോൾ രാഷ്ട്രീയത്തിലൊരിക്കലും മതം ഇടപെടുകയോ രാഷ്ട്രീയത്തിന് മതപരമായ കാഴ്ചപ്പാടുകളിൽ ഒന്നും അഭിപ്രായമില്ലാതിരിക്കുകയോ ചെയ്യുക. ഇതാണ് ശരിക്കും ഡീസാക്രലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ. പൊളിറ്റിക്സിന് ഈ സൈക്രഡുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കുക. മറ്റൊന്ന് ഡിസെൻചാൻമെന്റ് ഓഫ് വാല്യൂസ്. പ്രത്യേകിച്ച് വാല്യൂകളൊന്നുമില്ല, വാല്യൂകൾ ഓരോ സമയത്തും മാറിക്കൊണ്ടേയിരിക്കും, അതൊരു സ്പൈറലാണ്. ഓരോ സമൂഹത്തും ഓരോ സമയത്തും അത് മാറിക്കൊണ്ടേയിരിക്കും. ഇതാണ് സെക്യുലറൈസേഷൻ. സെക്യുലറൈസേഷൻ എന്ന് പറയുന്നത് ഈ 3 കോൺസെപ്റ്റ് ചേരുമ്പോഴാണ്. അവിടെ പൊളിറ്റിക്സ് മതത്തിന്റെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല, പ്രകൃതി അതിന് ഒരു ദൈവികമായോ അങ്ങനെ ബന്ധമില്ല, അതുപോലെ വാല്യൂ അത് എപ്പോൾ മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഇതിൽ ഈ വാല്യൂകൾ മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നത് മാറ്റി നിർത്തിയാൽ അത് സെക്യുലറിസം ആകും എന്ന് അത്താസ് പറയുന്നു. അതുപോലെ സെക്യുലർ എന്ന് പറഞ്ഞാൽ, സെക്യുലർ എന്ന വാക്കിന്റെ അർത്ഥം ദിസ് ടൈം, ടുഡേ, ഇന്ന് എന്നുള്ളതാണ്. അപ്പൊ ഇന്നലേക്ക് പ്രാധാന്യമില്ല, നാളേക്കും പ്രാധാന്യമില്ല, ഇന്നത്തെ വാല്യൂ ഇന്ന് നമ്മൾ സ്വീകരിക്കുക, കാരണം സെക്യുലർ. സെക്യുലറിസം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ
സാക്രൽ ഡീകോൺസിക്രേഷൻ ഓഫ് വാല്യൂസ്. ഈ മൂല്യങ്ങളില്ലാതിരിക്കാവുന്ന സംഗതി സെക്യുലറിസത്തിലില്ല. മറിച്ച് സെക്യുലറിസത്തിന്റെ ഭാഗമായിട്ട് വെസ്റ്റേൺ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ അത് അറ്റീസ്റ്റിക്കാണ്, നിരീശ്വരവാദത്തിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു മൂല്യമുണ്ട്. അപ്പോൾ വെസ്റ്റേൺ സെക്യുലറിസം ഒരിക്കലും നിഷ്പക്ഷമല്ല, മറിച്ച് വെസ്റ്റേൺ സെക്യുലറിസത്തിന് അവരുടേതായ ഒരു ഓൾറെഡി ഡിഫൈൻ ചെയ്യപ്പെട്ട ഒരു മൂല്യമുണ്ട്. അത് പൂർണ്ണമായും ഒരു നിരീശ്വരവാദത്തിൽ അധിഷ്ഠിതമാണ് എന്ന് അത്താസ് പറയുന്നു. അതേസമയം സെക്യുലറൈസേഷൻ എന്ന് പറയുന്നതിൽ മൂല്യങ്ങൾക്ക് സ്ഥാനമില്ല, അത് മൂല്യം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നലത്തെ സമൂഹത്തേക്കാൾ ഡെവലപ്ഡ് ആണ്. ഇതാണ് വെസ്റ്റേൺ കാഴ്ചപ്പാട്, അല്ലേ? അതിങ്ങനെ ഒരു ഇവല്യൂഷന്റെ ഭാഗമാണ്. ഇവല്യൂഷനിസ്റ്റ് അവർ ഈ സൊസൈറ്റിയിലേക്കും അപ്ലൈ ചെയ്യണം. അപ്പോൾ സമൂഹം ഓരോ സമയത്തും ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇന്നലത്തേതിനേക്കാൾ ഡെവലപ്ഡ് സമൂഹമാണ് ഇന്നത്തേതിനേക്കാൾ ഡെവലപ്ഡ് ആണ് നാളത്തേത്. അതിൻ്റെ ഒരു ക്രൈസിസ് ആയിട്ട് അത്താസ് ഈ ഇസ്ലാമിക് സെക്യുലറിസത്തിൽ പറയുന്നൊരു സംഗതി, ഈ വെസ്റ്റിൽ പാരൻസ് ഒരിക്കലും മക്കളെ ഏതെങ്കിലും ഒരു മൂല്യത്തിൽ വിശ്വസിക്കാനോ അല്ലെങ്കിൽ മൂല്യം അടിച്ചേൽപ്പിക്കാനോ ശ്രമിക്കാറില്ല. കാരണം അവർ കുറേ ജീവിതകാലത്ത് കുറേ മൂല്യങ്ങൾ ജീവിച്ചു. കുറച്ചെങ്കിൽ പോലും മനസ്സിലാവും ഇന്നലെ ഞാൻ മനസ്സിലാക്കിയ മൂല്യമല്ല ശരിക്കുള്ള മൂല്യം. അവർ ആ മരത്തിൽ നിന്ന് മാറുന്നു, ആ വിശ്വാസത്തിൽ നിന്ന് മാറുന്നു, ആ മൂല്യം ഒഴിവാക്കുന്നു. അതുകൊണ്ട് അവരെപ്പോഴും തങ്ങളുടെ മക്കളെ ഒരു പ്രത്യേകമായ ഒരു സ്വപ്ന ലോകത്തായിട്ട് കാണുന്നത്. കാരണം ഇവർക്ക് ഇനിയെങ്കിലും നല്ലൊരു പുതിയ സാധനം കണ്ടെത്താലോ എന്ന രൂപത്തിലാണ് കാണുന്നത്. അതൊക്കെ ഒരു മുസ്ലിം സമൂഹത്തിന് ഒരിക്കലും യോജിക്കാൻ പറ്റുന്ന സംഗതിയല്ല എന്ന് അത്താസ് പറയുന്നുണ്ട്. പിന്നെ ഈ സെക്യുലറൈസേഷൻ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ ഓരോ സമൂഹത്തിൻ്റെയും അവിടുത്തെ എൻവയോൺമെന്റിനനുസരിച്ചാണ് മതവും മതത്തിന്റെ മൂല്യങ്ങളും രൂപപ്പെടുന്നത് എന്ന് വെച്ചാൽ ഇസ്ലാമിലെ നിയമങ്ങളും ഖുർആനിന്റെ നിയമങ്ങളും ഒക്കെ റീഡിഫൈൻ ചെയ്യേണ്ടി വരും. അത് മുസ്ലിം സ്കോളേഴ്സ് അതിനെ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ സമയത്തും ഈ മൂല്യങ്ങളെ റീഡിഫൈൻ ചെയ്യേണ്ടി വരും. മാത്രമല്ല പ്രവാചക കാലത്തെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലത്തെ നിയമങ്ങളും മൂല്യങ്ങളും ഇന്നത്തെ കാലത്തിന് അപ്ലിക്കബിൾ അല്ല, അത് അന്നത്തെ കാലത്തിന് അപ്ലിക്കബിൾ മാത്രമാണ് എന്ന് വിശ്വസിക്കേണ്ടി വരും. അത് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ സിനക്ക് ശിക്ഷയായിട്ട് റജ്മ്, എറിഞ്ഞുകൊല്ല, ഈ ശിക്ഷ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ തവീൽ മുഖ്തലിഫിൽ ഹദീസിലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് ചർച്ചക്ക് വന്നപ്പോൾ ഈ റെലവൻറ്റൈസേഷൻ എന്ന് പറയുന്നത് ഈ റജ്മിനെ ഒഴിവാക്കി അതിന് കമ്മ്യൂണിറ്റി സർവീസായി കൊടുക്കുകയാണോ വേണ്ടത്? അപ്പോൾ ഇസ്ലാമിക് ലോയെ റെലവൻറ്റൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇസ്ലാമിക് ലോയിൽ പറയുന്നത് സിനക്ക് റജ്മാണ് ശിക്ഷ, അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ അതിനെ റെലവൻറ്റൈസ് ചെയ്യേണ്ടത് അതിപ്പോൾ ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് കമ്മ്യൂണിറ്റി സർവീസ് കൊടുക്കുക, അതാണ് അയാൾക്ക് ശിക്ഷ. അപ്പോൾ അയാളെ കുറച്ച് കൊല്ലലോ ഒന്നല്ല, മറിച്ച് ആ കാലത്തിനനുസരിച്ച് ശിക്ഷകൾക്ക് മാറ്റം വരുത്തണം എന്നൊക്കെ പറ്റുന്ന ചർച്ചകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മൂല്യങ്ങൾക്ക് എന്താ പറയുക, ഒരു എന്നെന്നും നിലനിൽക്കുന്ന ഒരു എൻറ്റിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ ഓരോ കാലത്തിനനുസരിച്ച് ഈ മൂല്യങ്ങളെ റീഡിഫൈൻ ചെയ്യേണ്ടി വരും. പിന്നെ അത്താസ് പറയുന്നത് ഒരിക്കലും നമുക്ക് ഈ എന്നാൽ ഇസ്ലാമിൽ ഈ ഡെവലപ്മെന്റ് എന്ന കാര്യം ഉപരത്തിൽ സൂചിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. വെസ്റ്റിൽ ഡെവലപ്മെന്റ് നേരത്തെ പറഞ്ഞ പോലെ വെസ്റ്റിൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ഓരോ സമയത്തും അത് മുന്നോട്ടുള്ള ഗമനമാണ്, അല്ലെ? സ്പൈറലാണ്. അതിങ്ങനെ മുന്നോട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു തിയറി ഇസ്ലാമിക ലോകത്തേക്ക് അപ്ലൈ ചെയ്താൽ അത് വലിയ അപകടം സൃഷ്ടിക്കും. കാരണം നമ്മൾ മനസ്സിലാക്കുന്നത് മൊറാലിറ്റി, അതുപോലെ എത്തിക്സ്, അതുപോലെ സ്പിരിച്വാലിറ്റി, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പിന്നോട്ടുള്ള നടത്തമാണ്. എന്ന് പറഞ്ഞാൽ പ്രവാചക സമൂഹത്തെ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മുടെ സ്വഭാവങ്ങളുടെയും നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ആത്മീയതയും ക്രമീകരിക്കുമ്പോഴാണ് ഒരു മുസ്ലിം ഡെവലപ്ഡ് ആകുന്നത് എന്നാണ് ഇസ്ലാമിക കാഴ്ചപ്പാട്. അതേസമയം അന്നത്തേതിനേക്കാൾ ഇന്ന് ഡെവലപ്ഡ് ആണ് എന്ന് പറയുന്നത് അത് ടെക്നോളജിയിലും മറ്റുള്ള ഡെവലപ്മെന്റ് ആണ്. അതിനൊരിക്കലും മുസ്ലിങ്ങൾ എതിർക്കുന്നുമില്ല. അത് ഓരോ കാലത്തിനനുസരിച്ച് മാറേണ്ടതാണ്, അത് മാറിക്കൊണ്ടേയിരിക്കേണ്ടതാണ്, അത് നമ്മൾ അംഗീകരിക്കേണ്ടതുമാണ്. അതേസമയം മൂല്യങ്ങളും മുന്നോട്ട് ഓരോ സമയത്തും മാറിക്കൊണ്ടേയിരിക്കണം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അതുപോലെ അദ്ദേഹം കുറേ സംഗതികൾ പറയുന്നുണ്ട്. അതുപോലെ റിലേറ്റിവിസത്തിന്റെ ഒരു ഉദാഹരണമായി അദ്ദേഹം പറയുന്നത്, ചില ആളുകളുണ്ടാവും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിനക്ക് നിന്റെ അഭിപ്രായം, എനിക്കെൻ്റെ അഭിപ്രായം എന്ന് പറയും. ഇതൊക്കെ ശരിക്ക് അവരുടെ അറിവില്ലായ്മയുടെയും നിലപാടില്ലായ്മയുടെയും റിഫ്ലക്ഷനാണ്. ശരിക്കും അങ്ങനെയല്ല, ഒരു ട്രൂത്ത് ഒന്നുണ്ട്. ആ ട്രൂത്ത് ആരാണോ പിന്തുടരുന്നത്, ഇങ്ങനെ അദ്ദേഹം ഓരോന്നിലേക്കും അദ്ദേഹം ആ ഒരു സോഫിസത്തിന്റെ റിലേറ്റിവിസം അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കണം. അതുപോലെ ചില ആളുകളുണ്ടാവും അവർ എക്കണോമിക് നേട്ടങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ എക്കണോമിക് പ്രൈഡിന് വേണ്ടിയോ
മതത്തിന്റെ ആളുകളെ കാണുമ്പോൾ മതത്തിന്റെ ആവശ്യകതയും സ്പിരിച്വാലിറ്റിയുടെ ആവശ്യകതയും ഒക്കെ ഊന്നി പറയും. അതേസമയം എക്കണോമിസ്റ്റുകളോട് കൂടുമ്പോൾ എക്കണോമിക് ഡെവലപ്മെന്റ്സിനെ കുറിച്ച് പറയും. സോഷ്യോളജിസ്റ്റുകൾ കൂടുമ്പോൾ അതിന്റെ ഇത് പറയും. അപ്പൊ ഇത്തരത്തിലുള്ള നിലപാടില്ലായ്മകളൊന്നും ഒരു മുസ്ലിമിന് യോജിച്ചല്ല എന്നൊക്കെ അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ വേറൊരു രസകരമായ സംഗതിയാണ് ഈ സയന്റിഫിക് ജേർണൽസ്. ചിലരും പറയുമല്ലോ, they do not subscribe to any school of thought or ideology. ഞങ്ങൾ ഒന്നിൻ്റെയും ഭാഗമല്ല, ആർക്കും ഇത് പബ്ലിഷ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതും ഒരു ശരിയല്ല. കാരണം ഇവരിത് പലപ്പോഴും നമുക്കിത് കാണുമ്പോൾ വളരെ രസകരമായും അല്ലെങ്കിൽ അടിപൊളിയായി തോന്നുമെങ്കിലും അവരവരുടെ നിലപാടില്ലായ്മ തന്നെയാണ് ഇതിലൊക്കെ സൂചിപ്പിക്കുന്നത്. അത്താസിന്റെ ഞാൻ കോട്ട് ചെയ്യാൻ ചെയ്യുന്നത്, അദ്ദേഹം ഇങ്ങനെയൊക്കെ അതിൽ പറയുന്നുണ്ട്. അതുപോലെ എഡ്യൂക്കേഷൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഡിസിപ്ലിൻസ് വ്യത്യസ്ത വിഷയങ്ങളെ ക്രമീകരിക്കുമ്പോൾ എല്ലാ വിഷയങ്ങൾക്കും ഒരേ സ്ഥാനം കൊടുക്കുക അത് പറ്റില്ല. മറിച്ച് ഇസ്ലാമിക് തിയോളജി, റിലീജിയൻ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പടി മുകളിലുള്ള സ്ഥാനമാണ് കൊടുക്കേണ്ടത് എന്ന് അത്താസ് പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു ടീമാണ് ഐനാദിയത്ത്. ഐനാദിയ എന്ന് പറഞ്ഞാൽ അവർ അറിവുണ്ടായിട്ടും അല്ലെങ്കിൽ സംഗതികൾ അറിഞ്ഞിട്ടും അവരുടേതായ താല്പര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കൊണ്ടോ അറിവ് സാധ്യമല്ല എന്ന് വാദിക്കുന്നവരാണ് ഐനാദിയത്ത്. അവരാണ് ഒരു മതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഡേഞ്ചറസ് ഗ്രൂപ്പ് എന്നാണ് അത്താസ് പറയുന്നത്. അവര് സയൻസിന്റെയും ഒരു ധാർമ്മിക സമൂഹത്തിന്റെയും എല്ലാത്തിന്റെയും വളർച്ചയ്ക്ക് വിഘാതമാകുന്ന ഒരു ഘടകമാണ്. മാത്രമല്ല ഈ ഐനാദിയത്തിനെ അദ്ദേഹം സഫീഹായിട്ടാണ് കാണുന്നത്. അവരും അതുപോലെ മുത്തഅസ്സിബീങ്ങളും രണ്ടും ഒരേപോലത്തെ രൂപങ്ങളാണ്. കാരണം ഇവരെല്ലാം ചെയ്യുന്നത് അറിവിനെ അല്ലെങ്കിൽ സത്യത്തെ മറ്റു പല വാദങ്ങൾ കൊണ്ടും റെറ്ററിക് ലോജിക്കൊക്കെ ഉപയോഗിച്ച് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ ഐനാദിയത്ത്, മുത്തഅസ്സിബീങ്ങള് ഇവരെല്ലാം ശരിക്ക് സുഫഹ എന്ന ഒരു ഗണത്തിൽപ്പെടുത്തേണ്ടവരാണ് എന്നാണ്. ഇതിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് പലപ്പോഴും ഈ മതനിഷേധികളായി വരുന്നവരെ കാണാൻ പറ്റും. അവരുടെ മതനിഷേധത്തിന് കൃത്യമായ കാരണങ്ങളല്ല പറയാറുള്ളത്, അല്ലെങ്കിൽ അതിന് തെളിവുകൾ പറയുന്നതിന് പകരം ആ വാദത്തെ പരിഹസിക്കുകയാണ് പലപ്പോഴും ചെയ്യുക. അതിനെ മോക്ക് ചെയ്യുകയും അതിനെ എന്തെങ്കിലും മറുവാദങ്ങളിലൂടെ അതിനെ തള്ളിക്കളയാൻ ശ്രമിക്കുക. ഈ ആൽവിൻ പ്ലാന്റിംഗ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഫിലോസഫർ ഉണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ഫ്രോയിഡിൻ്റെയും കാറൽ മാക്സിൻ്റെയും മതവിമർശനങ്ങളെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് ഇവരുടെ വിമർശനങ്ങൾ പലപ്പോഴും നമുക്ക് തോന്നും അത് മതത്തിൻ്റെ, കാറൽ മാക്സ് പറഞ്ഞത് മതം ജനങ്ങളെ മയക്കുന്ന കറുപ്പാണെന്നാണ്. അതുപോലെ ഫ്രോയിഡ് പറഞ്ഞത് അത് മനുഷ്യൻ്റെ വിഷ്ഫുൾ തിങ്കിങ്ങിൻ്റെ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ ആഗ്രഹമുണ്ടല്ലോ, ആഗ്രഹം, ആ കൊതിയുടെ ഭാഗമായിട്ടാണ് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിക്കുന്നത് എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്ക് രണ്ട് ആർഗ്യുമെന്റ്സ് ഉണ്ട്. ഡി ജുവർ ആർഗ്യുമെന്റ്സും ഉണ്ട്, ഡിഫാക്റ്റോ ആർഗ്യുമെന്റ്സും ഉണ്ട്. ഡിഫാക്റ്റോ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ദൈവമില്ല, മതമില്ല, മതം എന്നത് ശരിയല്ല എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റിനാണ് ശരിക്ക് ഡിഫാക്റ്റോ ആർഗ്യുമെന്റ് എന്ന് പറയാം. ഡി ജുവർ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഇതിനെന്തെങ്കിലും കാരണം കൊടുക്കുക, അത് റാഷണലി പോസിബിൾ അല്ല, നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നതിനാണ് ഡി ജുവർ ആർഗ്യുമെന്റ്. അപ്പോൾ ഈ കാറൽ മാക്സും ഫ്രോയിഡൊക്കെ നമുക്ക് തോന്നും അവര് ഈ മതം വിഷ്ഫുൾ തിങ്കിങ്ങിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ജനങ്ങളെ മയക്കുന്ന കറുപ്പാണെന്നൊക്കെ പറയുന്നതിനെ റാഷണലി പോസിബിൾ അല്ല എന്നൊക്കെ അവതരിപ്പിക്കാൻ തോന്നും. പക്ഷെ അത് ശരിക്കും അവരുടെ നേരത്തെയുള്ള മതം ശരിയല്ല, ദൈവമില്ല എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ശരിക്കും വാദം വരുന്നത് എന്നാണ് പ്ലാന്റിംഗ് പറയുന്നത്. ശരിക്കും ഇതിലും അങ്ങനെ തന്നെ നമുക്ക് തോന്നുന്നത്. പല അത്തീസ്റ്റുകളും നമ്മളവരോട് സംവാദം നടത്തുമ്പോൾ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ അവർ ഇത്തരം വാദങ്ങളെ പരിഹസിച്ചുകൊണ്ട് തള്ളിക്കളയാൻ ശ്രമിക്കുക. ആ പരിഹാസത്തിലൂടെ അവരുടെ നേരത്തെയുള്ള ഇത് ശരിയല്ല എന്ന ഭാരത്തെ മറച്ചു പിടിക്കാനാണ് അവർ ശ്രമിക്കാറുള്ളത്. പിന്നെ അതുപോലെ അദ്ദേഹം കാണുന്ന ഒരു ഇന്ത്യത്തിന്റെ ഒരു രൂപമാണ് ഖുർആൻ വള്ളി മൂവ്മെന്റ്. അത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ അവസാനത്തിലോ അതിന്റെ പകുതിയിലൊക്കെ ഇന്ത്യയിലും മറ്റും തുർക്കിയിലും മറ്റു പല ഈജിപ്തിൽ പല മുസ്ലിം ലോകത്തും വളരെ ആളുകളെ സ്വാധീനിച്ചൊരു വാദമാണ്. ചക്കർ അലവി, സെയ്ദ് അമീർ അലി, ഇങ്ങനെ കുറേ ആളുകളുണ്ട്. ഇവരൊക്കെ പറയുന്നത് വിശുദ്ധ ഖുർആനാണ് ഞങ്ങൾ സ്വീകരിക്കുക, അതുപോലെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളോട് കോൺട്രഡിക്ടറി അല്ലാത്ത ഹദീസുകൾ മാത്രം. അപ്പോൾ ഹദീസിനെ നിരാകരിക്കുകയും
ഖുർആൻ മാത്രം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വാദമാണ്. അപ്പോൾ ഖുർആൻ അവർ പറയാൻ എന്താ വെച്ചാൽ ഖുർആനാണ് മുത്തവാത്തിർ, ഖുർആനാണ് നമുക്ക് യക്കീനായിട്ടുള്ളത്. അപ്പോൾ ഖുർആൻ സ്വീകരിച്ചാൽ പോരെ. ഹദീസ് പലപ്പോഴും ലന്നിയാണ്, അത് നമുക്ക് ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ കിട്ടുന്നതാണ്, അല്ലെങ്കിൽ നമുക്കത് ഉറപ്പില്ല, അതുകൊണ്ട് ഹദീസ് തള്ളിക്കളയാം. അപ്പോൾ ഞങ്ങൾ കൂടുതൽ അക്കാഡമിക്കലി ഒബ്ജക്റ്റീവാണ് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും പറയാറുള്ളത്. അതേസമയം അവരുടെ വാദവും വലിയ അപകടങ്ങളുള്ള വാദങ്ങളാണ്. ഈ ഒരു രൂപത്തിൽ തന്നെയാണ് സയ്യിദ് റമളാൻ ബൂത്തിയും സംസാരിക്കുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുബ്റുൽ യഖീനിയാത്തുൽ കൗനിയയിൽ ഇത്തരത്തിലുള്ള പല ഈജിപ്ഷ്യൻ മോഡേണിസ്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ചില ആളുകൾ, ഫരീദ് വജീദി പോലുള്ള ആളുകൾ പറയുന്നത്, അവർ ഒരു ജേണൽ ഇറക്കിയപ്പോൾ ആ ജേണലിൽ അവർ പറയുന്നത് ഞങ്ങൾ പരമാവധി സയൻറ്റിഫിക് ആവാനാണ് ശ്രമിക്കുക. അപ്പോൾ സയൻറ്റിഫിക് ആവുമെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ജേണലിനെ കുറിച്ച് അത്താസ് പറഞ്ഞ പോലെ ഞങ്ങൾ സയൻറ്റിഫിക് ആയിട്ടാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുക. എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങൾ മുഅ്ജിസത്തുകളെ പരമാവധി പറയാതിരിക്കാൻ ശ്രമിക്കും, സയൻറ്റിഫിക്കലി പോസിബിളായ അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന സംഗതികൾ മാത്രമേ ഞങ്ങൾ പറയുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ ഇത്തരം ജേണലുകൾ എഴുതിയിട്ടുള്ളത്. ആ വാദത്തെ ബൂത്തി തള്ളിക്കളയുന്നത് അതൊരിക്കലും പോസിബിൾ അല്ല. കാരണം ഇവർ സയന്റിഫിക് മെത്തഡാണ് ഫോളോ ചെയ്യുന്നത് പറയുന്നത്. സയന്റിഫിക് മെത്തഡ് അനുസരിച്ച് പ്രവാചക ചരിത്രവും ഇസ്ലാമിന്റെ ചരിത്രവും ഞങ്ങൾ അവതരിപ്പിക്കും എന്നാണ് അവർ പറയുന്നത്. പ്രവാചക ചരിത്രം ശരി കേട്ടോ. അപ്പോൾ സയന്റിഫിക്കലി പ്രവാചക ചരിത്രം അവതരിപ്പിക്കുമെന്നാണല്ലോ അവരുടെ വാദം. അങ്ങനെയെങ്കിൽ അവർ അവതരിപ്പിച്ചതിനെ അന്നത്തെ വെസ്റ്റേൺ സ്കോളേഴ്സ് സ്വീകരിക്കേണ്ടിയിരുന്നില്ലേ? പക്ഷെ സ്വീകരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ സയന്റിഫിക് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് അവർ വിചാരിക്കുന്ന പോലെയുള്ള രൂപത്തിൽ എഴുതി കൊടുക്കലല്ല, മറിച്ച് നമ്മൾ നമ്മുടെ വേൾഡ് വ്യൂയിലൂടെ പറയാണ് വേണ്ടത്. അതിന് ബൂത്തി പറയുന്ന ഒരു ഉദാഹരണം, അതിന് ഇവിടെ അത്താസിന്റെ ഒരു ഉദാഹരണം കൂടി ഉണ്ട്. ബൂത്തി പറയുന്ന മറ്റൊന്ന് ഈ വെസ്റ്റേൺ ഓറിയന്റലിസ്റ്റുകൾ സ്വീകരിക്കുന്ന ചില മെത്തേഡ്സ് ആണ്. അവർക്ക് വേണ്ടത് സ്വീകരിക്കുകയും അവർക്ക് വേണ്ടാത്തതിനെ തള്ളിക്കളയും ചെയ്യുന്ന ഒരു സമീപനമാണ് പലപ്പോഴും സ്വീകരിക്കാറുള്ളത്. ഒബ്ജക്റ്റീവ് ആണെന്ന് പറയുകയും അതേസമയം അവരുടെ കാഴ്ചപ്പാടിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. ഉദാഹരണത്തിന് വഹീനെ കുറിച്ച് സ്വഹീൽ ബുഖാരിയിൽ ഹദീസുണ്ട് അല്ലേ? സ്വഹീൽ ബുഖാരിയുടെ തുടക്കത്തിൽ തന്നെ വഹീനെ കുറിച്ചുള്ള ഹദീസുണ്ട്. അപ്പോൾ വെസ്റ്റേൺ ഓറിയന്റലിസ്റ്റുകൾ ഈ വഹി എന്ന ഹദീസിനെ കുറിച്ച് ആ ഹദീസിനെ അവർ സ്വീകരിക്കുകയും എന്നിട്ട് അവർക്ക് അവരുടേതായ രൂപത്തിലുള്ള വിശദീകരണങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം മോണ്ടുഗോമറി വാട്ട് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹി ലഭിക്കുന്നതിന് മുമ്പ് ഹിറാ ഗുഹയിൽ പോയിട്ട് ധ്യാനം ഇരുന്നിരുന്നു. ആ ധ്യാനം ഇരുന്നൊരിക്കലും നേരെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ ഒരു അള്ളാഹുവിൽ നിന്നുള്ള തോന്നിപ്പിക്കലും പിന്നെ വഹി ലഭിക്കലും ഒന്നല്ല, മറിച്ച് മക്കയിലുള്ള ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഗുഹയിൽ പോയിരുന്നതാണ്. അതുപോലെ ത്വായിഫിലേക്ക് പോയത് മക്കയിലെ ചൂടിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വഹീനെ അവർ ഇന്റർപ്രിറ്റ് ചെയ്യാണ്. ഇന്നത്തെ സമൂഹം അവർ കുറച്ച് ചൂടുള്ള സമയത്താണെങ്കിൽ തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകും അല്ലേ, അവർ വെക്കേഷന് വേണ്ടി പോകും. അപ്പോൾ അതിനങ്ങോട്ട് അപ്ലൈ ചെയ്യാണ്. അതുപോലെ എക്കണോമിസ്റ്റുകൾ, പോലെ പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകൾ, ഇവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹീനെയും പ്രവാചകത്വത്തെയും അവരുടേതായ രൂപത്തിൽ റീഇന്റർപ്രിറ്റ് ചെയ്ത് കാണാൻ പറ്റും. അതുപോലെ ചില സ്പ്രെഞ്ചർ പോലുള്ള ചില മെഡിക്കൽ ഡോക്ടർമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അപസ്മാരമായിരുന്നു എന്ന് ഇന്റർപ്രിറ്റ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ബൂത്തി പറയാണ് ഇവിടെ ശരിക്ക് അവര് വഹി എന്ന ആ ഒരു എന്താ പറയുക ആ ഒരു കോൺസെപ്റ്റ് അവർക്ക് ഒരിക്കലും ഒരു സ്വപ്നത്തിൽ ലഭിച്ചതല്ലല്ലോ, മറിച്ച് സ്വഹീൽ ബുഖാരിയിൽ കണ്ടതുകൊണ്ടാണല്ലോ. അപ്പോൾ സ്വഹീൽ ബുഖാരിയിലെ 1-ാം ഭാഗത്തുള്ള വഹി എന്ന കോൺസെപ്റ്റിനെ അവർ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എന്താണ് വഹി എന്നതിനെ കുറിച്ച് പിന്നീട് അടുത്ത ആ ഹദീസിൽ തന്നെ ബാക്കി പറയുന്നുണ്ട്. അതാണ് ശരിക്ക് ഒരു ഹിസ്റ്റോറിക്കലി എന്താ പറയുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഗവേഷണാത്മക ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. മറിച്ച് അവർ ചെയ്യുന്നത് വഹി എന്ന കോൺസെപ്റ്റിനെ സ്വീകരിക്കുകയും പിന്നീട് 2-ാം ഭാഗത്ത് ഒഴിവാക്കി തങ്ങളുടേതായ എക്സ്പ്ലനേഷൻസിന് അവിടെ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് അത്താസും പറയുന്നുണ്ട്. ബെൻസിംഗ് അദ്ദേഹത്തിന്റെ ക്രീഡ് ഓഫ് ഇസ്ലാമിലാണ് തോന്നുന്നത്, അതിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത്താസ് ഉപയോഗിക്കുന്ന ഒരു ഇറ്റ് മസ്റ്റ് ഹാവ് ലൈക്ക് ദിസ് എന്നൊക്കെ പറയുന്ന ചില പ്രയോഗങ്ങൾ വെസ്റ്റേൺ ഓറിയന്റലിസ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അവർ സംഗതി കുറേ പറഞ്ഞിട്ട് പറയും ഇത് അങ്ങനെ ആയിരിക്കാൻ സാധ്യതയില്ല, അല്ലത് ഇങ്ങനെയായിരിക്കണം. അപ്പോൾ ഈ ഇങ്ങനെയായിരിക്കണം അങ്ങനെ ആയിരിക്കാൻ സാധ്യതയില്ല എന്നതാണ് ശരിക്കും അവർ ആ ഫസ്റ്റ് പ്രിമേസിൽ നിന്ന് കൺക്ലൂഷനിലേക്ക് എടുത്തു ചാടാൻ ഉപയോഗിക്കുന്ന ഒരു ട്രാപ്പ്. അവർക്കൊരു തെളിവുണ്ട്, വഹി എന്താണെന്നുണ്ട്, വഹി എന്താന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് സ്വീകരിക്കാതെ അതങ്ങനെയാവാൻ വഴിയില്ല, അത് ഇങ്ങനെയായിരിക്കണം എന്നുള്ള വചനങ്ങൾ വഴി അവർ അവരുടെ സ്വന്തം കൺക്ലൂഷൻ അവിടെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കും. അത് അവർക്ക് തെളിവില്ല എന്നതിനുള്ള തെളിവാണ്
എന്ന് അത്താസ് പറയുന്നത്. അത് തന്നെ ബൂത്തിയും പറയുന്നത്. ഈ ബൂത്തിയും അത്താസും തമ്മിൽ ഇത്തരം കുറേ കാര്യങ്ങൾ നമുക്കൊരു സിമിലാരിറ്റി കാണാൻ പറ്റും. ഒരു ഉദാഹരണം, ഈ അത്താസ് പറയുന്നൊരു സംഗതി, ഈ സോഫിസം, ഷർലക്കായിദലൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള സോഫിസം അത് തന്നെയാണ് പുതിയ രൂപത്തിൽ ഇന്ന് വന്നുകൊണ്ടേയിരിക്കുന്നത്. പ്രവാചകന്മാർ അവരുടെ കാലത്ത് നേരിട്ട പ്രശ്നങ്ങളും അതുപോലെ ഡിബേറ്റുകൾ തന്നെയാണ് അതിൻ്റെ മറ്റൊരു രൂപത്തിലോ ഒക്കെ ഇന്നും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത്തരം ഡിബേറ്റുകളെ അന്നത്തെ സ്കോളേഴ്സ് എങ്ങനെയാണോ സമീപിച്ചത് അത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് മറുപടി കണ്ടെത്താനും മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കൂടുതൽ മറുപടിക്ക് നമ്മളെ പര്യാപ്തമാക്കാനൊക്കെ സഹായിക്കും. അതുകൊണ്ട് ഇത്തരം കിതാബുകളെ റെലവൻറ്റൈസ് ചെയ്യുക എന്ന് പറയുന്നത് ആ കിതാബുകളെ വായിക്കുകയും അതേസമയം അതിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ പ്രശ്നങ്ങളെ സമീപിക്കുകയും ചെയ്യുക എന്നതാണ്. ശരിക്കും ഇസ്ലാമൈസേഷനിൽ ഇത്തരം വിഷയങ്ങൾ ഇസ്ലാമൈസേഷൻ വരുന്നതാണ്. റെലവൻറ്റൈസേഷൻ എന്നാണ് അവർ പറയാം. ഇസ്ലാമൈസേഷൻ സോഷ്യൽ ഹ്യൂമൻ സയൻസുകളിലും റെലവൻറ്റൈസേഷൻ ഇസ്ലാമിക് ഡിസിപ്ലിൻസിലും. റെലവൻറ്റൈസേഷൻ എന്ന് പറയുന്നത് പഴയ പ്രശ്നങ്ങളെ മനസ്സിലാക്കുകയും പുതിയ പ്രശ്നങ്ങളെ മനസ്സിലാക്കുകയും അവക്കുള്ള പരിഹാരങ്ങളെ നിർദ്ദേശിക്കുകയും ചെയ്യുക. അപ്പോൾ അത്തരം പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സ്കോളേഴ്സിനെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് റെലവൻറ്റൈസേഷനായിട്ട് അത്താസ് പറയുന്നത്. ഇതിൻ്റെ ഒരു രൂപം തന്നെയാണ് ഇൽമുൽ കലാമിൻ്റെ തജ്ദീദ് എങ്ങനെയാണെന്ന ചർച്ചയിൽ ബൂത്തി ഉന്നയിക്കുന്നത്. കുറേ സമയത്തല്ലേ, ഓക്കെ. അപ്പം ഞാൻ കൺക്ലൂഷനിലേക്ക് പോവാണ്. അപ്പോൾ പിന്നെ അത്താസിൻ്റെ ഒരു അവസാനത്തെ കാഴ്ചപ്പാട് കൂടി പറയാം. അത്താസിൻ്റെ അഭിപ്രായത്തിൽ പല മുസ്ലിം സ്കോളേഴ്സും പറയുന്നത് നോളജ്, അറിവ് എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡൗട്ട്, കൺജക്ചർ, ബേസ്ലെസ് സ്പെക്യുലേഷൻ, ലന്ന്, ഷക്ക്, ഇതൊക്കെയാണ്. സംശയം, ഊഹം, ഇതൊക്കെയാണ് അറിവിൻ്റെ ഓപ്പോസിറ്റായി നിൽക്കുന്നത്. എന്നാൽ അത്താസ് പറയുന്നത് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം. അറിവിന് കറപ്റ്റേഴ്സ് കൂടിയുണ്ട്. അറിവിനെ മലിനീകരിക്കുന്നവരുമുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നിട്ട് അത്താസ് പറയുന്ന ഒരു ഹദീസാണ്, യഹ്മിലു ഹാദൽ ഇൽമ മിൻ കുല്ലി ഖലഫിൻ ഉദൂലുഹു യൻഫൂന അൻഹു തഹരീഫൽ ഗാലീൻ വൻതിഹാലൽ മുബ്തിലീൻ ബതവീലൽ ജാഹിലീൻ. അപ്പോൾ ഈ അറിവിനെ ഓരോ കാലത്തും ഏറ്റവും മികച്ചവർ ഉദൂൽ അവർ ഇതിനെ വഹിച്ചു കൊണ്ടേയിരിക്കും. അവർ ആ അറിവിൽ നിന്ന് തീവ്രവാദികളും എക്സ്ട്രീമിസ്റ്റുകളും വരുത്തി വെക്കുന്ന എക്സ്ട്രീമിസ്റ്റുകൾ വരുത്തി വെക്കുന്ന വക്രീകരണങ്ങളിൽ നിന്ന് അറിവിനെ മോചിപ്പിക്കും. അതുപോലെ ഈ വ്യാജന്മാരുടെ കോപ്പിയടിയിൽ നിന്ന് അറിവിനെ മോചിപ്പിക്കും. അതുപോലെ മണ്ടന്മാരുടെ തഅ്വീൽ ഇൻ്റർപ്രിട്ടേഷൻസിൽ നിന്നും അറിവിനെ മോചിപ്പിക്കും. അപ്പോൾ ഈ ഒരു മോചനം കൂടി ഒരു പണ്ഡിതൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ശരിക്ക് ഈ തഹരീഫ്, അറിവിൽ വക്രീകരണം വരുത്തുക, അതുപോലെ കോപ്പി അടിക്കുക, അതുപോലെ അറിവിനെ അവർക്കറിയാഞ്ഞിട്ടും അവർ പല രൂപത്തിൽ തെറ്റായി ഇൻ്റർപ്രറ്റ് ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അറിവിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അറിവ് കറപ്റ്റായിരിക്കുന്നു, അറിവില്ലായ്മ അറിവായി അവതരിപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കാതെ എന്തോ മനസ്സിലാക്കി അതിനെ അറിവായി അവതരിപ്പിക്കുന്നു. അപ്പം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അറിവിനെ മോചിപ്പിക്കുക, അതുവഴി അദബിനെ വീണ്ടെടുക്കുക, അതുവഴി വെസ്റ്റേണൈസ് ചെയ്യുക, ഇസ്ലാമൈസ് ചെയ്യുക, ഇതൊക്കെയാണ് അത്താസിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ട്രഡീഷണൽ സ്കോളായിരുന്നു. ഈ ട്രഡീഷണൽ സോഴ്സിൽ നിന്ന് അറിവിനെ സ്വീകരിച്ച്, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ കാണുന്ന ഒരു രീതി എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു പദത്തെ ന്യായീകരിക്കുമ്പോൾ, പദത്തെ വിശദീകരിക്കുമ്പോൾ അതിൽ ഖുർആൻ എന്ത് പറഞ്ഞു, അതുപോലെ അറബിക് ലാംഗ്വേജ് അതിനെന്ത് പറഞ്ഞു എന്ന് വെച്ചിട്ട് അദ്ദേഹം അതിനെങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് കാണാൻ പറ്റും. പല വിഷയങ്ങളും അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതി ഉണ്ട്. ഉദാഹരണം ദീൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഇന്ന് പലരും ദീനിനെ കാണുന്നത് അത് വെറും ഒരു ആത്മീയമായ വശം മാത്രമുള്ള ഒരു സംഗതിയായിട്ടാണ്. അല്ല, ദീനിന് പലപ്പോഴും ട്രാൻസ്ലേഷൻ കൊടുക്കുന്നത് റിലീജിയൻ എന്നാണ്. എന്നാൽ റിലീജിയനെ പലപ്പോഴും ആളുകൾ കാണുന്നത് അതൊരു സ്പിരിച്വാലിറ്റി, ആളുകളുടെ വ്യക്തിപരമായ ലൈഫിനെ മാത്രം ബാധിക്കുന്ന ഒരു ആത്മീയമായ സംഗതി മാത്രമായിട്ട് അവർ അതിനെ കാണുന്നു. അപ്പോൾ നമ്മൾ ഇസ്ലാം എന്ന ദീനിനെ, ഇന്ന ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിനോട് യോഗ്യമായ ദീൻ ഇസ്ലാമാണെന്ന് പറയുമ്പോൾ ഈ ദീൻ എന്നതിന് റിലീജിയൻ എന്ന് നമ്മൾ ട്രാൻസ്ലേഷൻ കൊടുക്കുമ്പോൾ ഈ ഒരു പ്രശ്നം പലപ്പോഴും വരാം. ഇസ്ലാം വെറും ഒരു ആത്മീയമായ സംഗതിയാണ്,
പൊതുസമൂഹത്തിൽ ബന്ധമില്ലാത്തൊരു സംഗതിയാണെന്ന രൂപത്തിൽ ആളുകൾ കണ്ടേക്കാം. എന്നാൽ ദീൻ എന്ന പദത്തിന് വളരെ വിപുലമായൊരു അർത്ഥമാണുള്ളത്. അത് കോംപ്രഹെൻസീവായ ഒരു സംഗതിയാണ്. അതിന് അദ്ദേഹം പറയുന്നത് ദീൻ എന്ന വാക്ക് വരുന്നത് ദൈൻ, കടം എന്നതിൽ നിന്നാണ്. ഈ ദൈനിൽ നിന്നാണ് മദീന വരുന്നത്. കടപ്പെട്ട് നമ്മളെല്ലാവരും ഒരു പ്രത്യേകമായ നിയമത്തിന് കടപ്പെട്ട് കൊണ്ട് ജീവിക്കുമ്പോഴാണല്ലോ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി വരുന്നത്. അതാണല്ലോ മദീന എന്ന് പറയുന്നത്. ആ മദീനക്ക് ഒരു ദയ്യാനുണ്ട്, ഗവർണർ ഉണ്ടാവും. അപ്പൊ ആ ഒരു സമൂഹത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ഒന്നാണ് ശരിക്ക് മദീന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തമദ്ദുൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ദീനിനെ നമ്മൾ കാണേണ്ടത്. അങ്ങനെയെങ്കിൽ ദീൻ എന്ന് പറയുന്നത് വേ ഓഫ് ലൈഫ്, വെറും റിലീജിയൻ അല്ല, വേ ഓഫ് ലൈഫാണ് എന്നൊക്കെ എന്നാണ് നമ്മൾ അതിനെ റീഡിഫൈൻ ചെയ്യേണ്ടത് എന്നൊക്കെ അത്താസ് പറയും. അപ്പോൾ അത്താസിന്റെ ഒരു രീതി ഇതാണ്: ട്രഡീഷണൽ ഇസ്ലാമിക് സോഴ്സിൽ നിന്ന് കാര്യങ്ങളെ മനസ്സിലാക്കി അതിനെ പൊതുസമൂഹത്തിന് അവതരിപ്പിക്കുക. അതുവഴി ഒരു പ്യുവർലി ഖുർആനിക് ആൻഡ് പ്രൊഫറ്റിക് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു മനസ്സും ഭാഷയും കൾച്ചറും സമൂഹവും വിശ്വാസവും ലീഡർഷിപ്പും വളർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു അത്താസിൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ ക്രക്സ്. ഇതാണ് എനിക്ക് കുറച്ചൊക്കെ വായിച്ചതിന് മനസ്സിലായിട്ടുള്ളത്. അല്ലാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.